കേരളത്തിൽ ഇത്തരത്തിൽ മുന്നനുഭവങ്ങൾ ഉണ്ടായ സമയത്ത് ഇപ്പൊ തിരുവനന്തപുരം MG കോളേജിൽ CI മോഹനചന്ദ്രൻ നായരെയും MG കോളേജിലെ പ്രിൻസിപ്പലിനെയും ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിൽ RSSന്റെ പ്രവർത്തകരെ പിടികൂടി RSS പ്രവർത്തകരെ മാനുഷിക പരിഗണന കൊടുത്ത് അന്ന് കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയും കോൺഗ്രസ് സംഘവും വെറുതെ വിട്ടിരുന്നു. ആ സമീപനം ഇടതുപക്ഷം സ്വീകരിക്കില്ല. അഖില ലോക വർഗീയവാദിയായിട്ടുള്ള VSPയുടെ നേതാവ് കോഴിക്കോട് കടപ്പുറത്ത് വന്ന് പച്ച വർഗീയത പ്രസംഗിച്ചില്ലേ? ആ കേസ് മാനുഷിക പരിഗണന പ്രത്യേകം കൊടുത്ത് RSS പ്രചാരക സംഘത്തെ കോൺഗ്രസ് ഗവൺമെന്റ് കേസെടുക്കാതെ വെറുതെ വിട്ടു, കേസ് പിൻവലിച്ച് വെറുതെ വിട്ടു. ആ സമീപനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നുണ്ടാകില്ല. അതുകൊണ്ടാണ് ഈ പരിശ്രമം നടത്തിയ VSPയുടെയും ബജ്രംഗ് ദളിന്റെയും ആ ജില്ലയിലെ ജില്ലാ നേതാക്കന്മാർ, ഭാവി സംഘപരിവാരത്തിന്റെ അഭിമാനപുത്രന്മാർ ഇപ്പോൾ ചപ്പാത്തി കഴിച്ച് ജയിലിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ്. പക്ഷേ ഇതിനോട് ചേർത്ത് 2-3 വാചകങ്ങൾ ഈ ചർച്ചയിൽ നിർബന്ധമായും ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സാങ്കേതികമായിട്ടെങ്കിലും കേരളം ഉയർത്തുന്ന മതനിരപേക്ഷപൂർണമായ സമ്മർദ്ദത്തിന് മുമ്പിൽ ഈ സംഘത്തെ ഈ ചർച്ചയിലെങ്കിലും തള്ളിപ്പറയാൻ BJP നേതാവ് തയ്യാറായി. അത് സ്വാഗതാർഹമാണ്, തർക്കമേതുമില്ല. പക്ഷെയോ BJP നേതാവിനേക്കാൾ കൂടുതൽ വർഗീയമായ മനസ്സോടുകൂടെ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് ആരാണ്? അണ്ണാക്ക് പരിശോധകനായിട്ടുള്ള RSSന്റെ കാല് കഴുകിയ വെള്ളമേ കുടിക്കൂ എന്ന് താല്പര്യമുള്ള ചില ആളുകൾ ഈ ചർച്ചയിൽ വന്നിരിക്കില്ലേ? അവർ പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് മുനമ്പത്തെ കുറിച്ച് പറയുന്നില്ല? ഞങ്ങൾ മുനമ്പത്തെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങളുടെ നാവ് ഒട്ടിപ്പോയോ? മുനമ്പത്തെ ചൂണ്ടിക്കാട്ടി ചവിട്ടി നിൽക്കുന്ന ഒരു പിടി മണ്ണിൽ നിന്ന് ഒരു മനുഷ്യനെയും ഇറക്കി വിടില്ല. അവരോടൊപ്പമാണ് കേരളത്തിലെ ഗവൺമെന്റും അതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നത്. പക്ഷേ അത് പറഞ്ഞതിന് ശേഷം നേരെ എങ്ങോട്ടേക്കാണ്? നേരെ ഹിന്ദു ഐക്യവേദിയുടെ വേദിയിലേക്ക്, നേരെ RSSന്റെ വേദിയിലേക്ക്. ഒരു അത് വക്കഭൂമിയാണ്. അങ്ങ് മിണ്ടാതിരിക്ക്. ഇത് അങ്ങയുടെ വീടല്ല, മാതൃഭൂമിയുടെ ഫ്ലോറാണ്. അല്പം മര്യാദയോട് കൂടെ സംസാരിക്കേണ്ട ഇടമാണ്. അങ്ങ് വീട്ടിൽ കാണിക്കുന്ന സ്വഭാവം എടുത്ത് മാതൃഭൂമിയുടെ ഫ്ലോറിൽ അതെ, അങ്ങയുടെ അവസരത്തിൽ കാശിക്ക് പോയതാണോ? അങ്ങ് പറഞ്ഞതിനെ കണ്ടിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങ് വീട്ടിൽ കാണിക്കുന്ന അങ്ങയുടെ തനി സ്വഭാവം മാതൃഭൂമിയുടെ ഫ്ലോറിൽ വന്ന് കാണിക്കരുത്. അത് കേട്ടോണ്ടിരിക്കാൻ വേറെ ആളെ നോക്കണം. അല്ലെ കാസയുടെ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് ഇരുത്തണം. അവന്മാർ മിണ്ടായിരുന്നു കേൾക്കുമായിരിക്കും. എന്നിട്ട് എന്താ പറയുന്നത്? ആ വിഷയത്തിന്റെ മറവിൽ RSSനെ അങ്ങ് സഹായിക്കാം. സംഘപരിവാർ വർഗീയതയെ, അതായത് ഇപ്പൊ മണിക്കൂറുകൾക്ക് പുറകിൽ പുൽക്കൂട് തകർക്കുകയും കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും ഭീഷണിപ്പെടുത്തി ക്രിസ്മസ് ആഘോഷത്തെ റദ്ദ് ചെയ്യാൻ ശ്രമിച്ച സംഘപരിവാർ രാഷ്ട്രീയത്തെ അവരുടെ കാല് കഴുകിയ വെള്ളം കുടിക്കാൻ ഞങ്ങളുണ്ട് എന്ന് അപൂർവം ചില ഇനങ്ങൾ, കാസ പീസ പോലെ അപൂർവം ചില ഇനങ്ങൾ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഏത് കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ പ്രഖ്യാപനം നടത്തുന്നത്? നിങ്ങൾക്കറിയുമോ? ഫാദർ സ്റ്റാൻസാമി ജസ്യൂട്ട് സമുദായ അംഗമായിരുന്നില്ലേ? 85 വയസ്സുള്ള പുരോഹിതൻ എങ്ങനെയാ മരിച്ചത്? അല്ല, RSS കൊന്നുകളഞ്ഞു. പാർക്കിൻസൺസ് രോഗബാധിതനായ വൈദികന് വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോ പോലും കൊടുക്കാതെ ജയിലിലിട്ട് RSS കൊന്നുകളഞ്ഞപ്പോ എവിടെ പോയി കാസ പീസ സംഘങ്ങള്? എവിടെ പോയി RSSന്റെ ആരാധക സംഘത്തിൽപ്പെട്ട ഈ ഇടയന്മാര്? ഒരൊറ്റയൊരുത്തനെയും കണ്ടിട്ടില്ലല്ലോ. ഗ്രഹാം സ്റ്റൈൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഫിലിപ്പിനെയും തിമോത്തിയെയും കുറിച്ച് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഒരു ഫാദർ സ്റ്റാൻസാമി മുനമ്പത്തും കൊച്ചിയിലും എറണാകുളത്തും കേരളത്തിലും ഉണ്ടാകാത്തത്? നേതാവെന്ന് പറഞ്ഞേ. എന്തുകൊണ്ടാണ് ഒരു ഫിലിപ്പ്, എന്തുകൊണ്ടൊരു തിമോത്തി, എന്തുകൊണ്ടൊരു ഗ്രഹാം സ്റ്റൈൻസ് കൊച്ചിയിലും കേരളത്തിലും എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? കാസ പീസ സംഘം അതിന്റെ നേതാവെന്ന് പറഞ്ഞാട്ടെ. എന്തുകൊണ്ടാണ് കോഴിക്കോട് ഇളവണ്ണയിൽ സിസ്റ്റർ കുസുമത്തിന്റെ തലയടിച്ച് തകർത്തില്ലേ? എന്തുകൊണ്ട് അത്തരം അനുഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്നില്ല? നമ്മൾ കണ്ടില്ലേ, ഗ്രഹാം സ്റ്റൈൻസിനെ കൊന്നുകളഞ്ഞിട്ട് ഇതേ സംഘം മാരാമൺ കൺവെൻഷൻ നടത്തില്ല എന്ന് പറഞ്ഞ് കൊടികുത്തിയില്ലേ? ഇതേ HIVയുടെ VSPയുടെ സംഘപരിവാരത്തിന്റെ നേതാക്കന്മാർ കടന്നു വന്നോ? ഒറ്റയൊരുത്തൻ മാരാമൺ കൺവെൻഷൻ നടക്കുന്ന പമ്പയുടെ മണൽ പരപ്പിൽ ആരുണ്ടായിരുന്നു? പരസ്പരം കൈകൾ കോർത്ത് ചേർത്ത് പിടിച്ച് ഒരു സംഘപരിവാർ തീവ്രവാദികളെയും മാരാമൺ കൺവെൻഷൻ നടത്തുന്നത് തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന് അന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിലെ ഇടതുപക്ഷമാണ്, DYFI ആണ്. ഒരൊറ്റയൊരുത്തം വന്നില്ല, ഒരു കാസാക്കാരനും ഉണ്ടായിരുന്നില്ല. ഒരു കാസാക്കാരനും RSSന് ജയ് വിളിക്കുന്ന ഒറ്റയൊരാളും അന്ന് കേരളത്തിൽ കണ്ടില്ല. എത്ര അനുഭവങ്ങളുണ്ട്? പത്തനംതിട്ട പന്തളത്ത് പറന്തലിൽ ആ ക്രിസ്ത്യൻ ആരാധക സംഘത്തിന്റെ സ്ഥലത്ത് വന്ന ഈ RSS നേതാക്കന്മാർ എവിടെ പോയി? കൈവച്ചാ മതി. അത് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ മാതൃഭൂമി എടുക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ,
അങ്ങയുടെ അവസരത്തിൽ അങ്ങ് പറയാനുള്ളത് ഞങ്ങൾ ശരി കേട്ടു. ശരി ഞാൻ രണ്ടുപേരുടെ അവസരത്തിൽ രണ്ടുപേരും സംസാരിക്കും. പരസ്പരം സംസാരിച്ചാൽ ഒന്നും കേൾക്കില്ല. 600 കുടുംബം റോഡിലായപ്പോ കൊട്ടിയോന്നാണ്. ശരി, ഞാൻ അതിലേക്ക് വരാം. ശ്രീ കെന്നഡിക്ക് അവസരം തരാം. നാട് മുഴുവൻ മൗലവിമാരും തങ്ങളുമാരും പറയുന്നു അത് വഖഫ് ഭൂമിയാണ്. ഞാൻ നിങ്ങൾ തിരിച്ച് എതിർക്കുന്നില്ല. നിങ്ങൾ അതിന് തിരിച്ച് സിന്ദാബാദ് പറഞ്ഞല്ലോ. വിളിക്കുന്നു. ഞാൻ ശരി, തിരിച്ച് പറഞ്ഞല്ലോ. ശരി ഞാൻ ശ്രീ കെന്നഡി കരുമ്പുകാലയിലേക്കും ശ്രീ ജേക്സി തോമസിലേക്കും വരാം. രണ്ടുപേരുടെ അവസരം ഇപ്പോഴില്ല. അല്ലല്ല, ഇനി വിഷയമൊന്നും മാറ്റണ്ട. ആരുടെ നാവ് ഒട്ടിയത്? ആരുടെ അണ്ണാക്കിലാ നാ കൊട്ടിപ്പോയത്? ശ്രീ കെന്നഡി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ജയ്ക്ക് രണ്ടുപേരിലേക്ക് വരാം. നടത്തുന്ന സംഘം ശരി രണ്ടുപേരുടെ അവസരം കഴിഞ്ഞാൽ രണ്ടുപേരിലേക്ക് വരാം.